ഹായ് ചിൽഡ്രൻ, 9ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ 3ാം യൂണിറ്റിലെ 2ാമത്തെ ചാപ്റ്ററിലേക്ക് നമ്മൾ കടക്കുകയാണ്. അതൊരു പ്ലേ ആണ്. പ്ലേയുടെ പേര് ലിസൺ ടു ദി മൗണ്ടെയിൻ. എന്താ ലിസൺ ടു ദി മൗണ്ടെയിൻ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരുന്നത്? മലനിരകളെ ശ്രദ്ധിക്കൂ എന്നൊക്കെ ഉദ്ദേശിക്കുക അല്ലേ? നമുക്ക് അതിൻ്റെ ഇൻട്രൊഡക്ഷൻ ഒന്ന് വായിക്കാം. റീഡ് ആൻഡ് റിഫ്ലക്ട്. The earth is blessed with natural resources. ആദ്യത്തെ കവിതയിൽ പറഞ്ഞ അതേ കാര്യമാണ്. നാച്ചുറൽ റിസോഴ്സസ് കൊണ്ട് എല്ലാം സമ്പുഷ്ടമാണ് എന്ത്? ഭൂമി. But they are being exploited in a careless and selfish manner. പക്ഷേ ഇവയെല്ലാം ചൂഷണം ചെയ്യപ്പെടുന്നു. എങ്ങനെയാണ്? ഒട്ടും ശ്രദ്ധയില്ലാത്ത രീതിയിലും പിന്നെ സ്വാർത്ഥപരമായും ഈ ഭൂമി ചൂഷണം ചെയ്യപ്പെടുന്നു. Are we not duty bound to protect our mother earth? നമുക്ക് ഇതിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ഒരു കടമയില്ലേ? ലെറ്റ്സ് റീഡ് എ പ്ലേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്ലേയുടെ പേര് ലിസൺ ടു ദി മൗണ്ടെയിൻ ആൻഡ് റിട്ടൺ ബൈ കാവേരി നമ്പീശൻ. നമുക്ക് ആ ഓതറിന്റെ പ്രൊഫൈൽ ഒന്ന് വായിക്കാം. അബൌട്ട് ദി ഓതർ, കാവേരി നമ്പീശൻ, ആൻ ഇന്ത്യൻ നോവലിസ്റ്റ്, വാസ് ബോൺ ഇൻ പാലങ്കാല വില്ലേജ് ഇൻ സൗത്ത് കൊടക്, കർണാടക, ഇൻ എ ഫാമിലി ഓഫ് പൊളിറ്റീഷ്യൻസ്. അവരുടെ കുടുംബത്തെക്കുറിച്ച് എന്താ പറയുന്നത്? എവിടെയാണ് ജനിച്ചത്? നമ്മുടെ അയൽ സംസ്ഥാനമായ കർണാടകയിലെ കൊടകിലാണ് ജനിച്ചത്. ടൂറൊക്കെ പോകുമ്പോഴത്തേക്ക് എല്ലാവരും പറയുന്ന നോർമൽ ഒരു പേരാണല്ലേ കൊടക്. കൊടകിലാണ് കാവേരി നമ്പീശൻ ജനിച്ചത്. ഫാമിലി ഓഫ് പൊളിറ്റീഷ്യൻസ്. ഷീ സ്റ്റഡീഡ് മെഡിസിൻ ഇൻ സെൻറ് ജോൺസ് മെഡിക്കൽ കോളേജ്, ബാംഗ്ലൂർ, ആൻഡ് അറ്റ് ദ യൂണിവേഴ്സിറ്റി ഓഫ് ലിവർപൂൾ, ഇംഗ്ലണ്ട്. Nambishan's story, Dr. Sad and the Power Lunch, was joined runner-up in the third Outlook Picketer non-fiction contest in 2003. The story that Music Not Be Told was shortlisted for the DSC Prize for South Asian Literature in 2012 as well as the Asian Literary Prize in 2010. She was elected Cook Person of the Year in 2005. ഇത്രയും കാര്യങ്ങളാണ് കാവേരി നമ്പീശനെ കുറിച്ചുള്ളത്. നമുക്ക് ഇനി ആ ചാപ്റ്ററിലേക്ക് പോകാം. ലിസൺ ടു ദി മൗണ്ടെയിൻ റിട്ടൺ ബൈ കാവേരി നമ്പീശൻ. ഒരു പ്ലേ ആവുമ്പോഴേക്കും എന്തെല്ലാം കാര്യങ്ങളുണ്ട്? പ്ലേക്ക് ഒരു മൂലകഥയുണ്ടാവും അല്ലേ? ഒരു കഥയെ ബേസ് ചെയ്ത് നമുക്കിപ്പം MTയുടെ 2ാം ഊഴം കിട്ടിക്കഴിഞ്ഞാൽ അതിനൊരു പ്ലേ ആയിട്ട്, ഒരു നാടകമായിട്ട് നമുക്ക് അതിനെ അവതരിപ്പിക്കാൻ പറ്റും. ഒരു സ്ക്രിപ്റ്റ് ഒക്കെ വെച്ചിട്ടാണ്. സോ വി ഹാവ് ടു ലേൺ ദി സ്ക്രിപ്റ്റ്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഒരു കഥാപാത്രങ്ങളെക്കുറിച്ച് തന്നിട്ടുണ്ട്. അവരുടെ മുഖത്ത് മിന്നിമറയുന്ന ഭാവങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. സ്റ്റേജിൽ അവരെപ്പോഴാണ് എൻ്റർ ചെയ്യേണ്ടതെന്നുള്ള മുതലായ സർവമാന കാര്യങ്ങളെക്കുറിച്ചും പറഞ്ഞിട്ടാണ് എന്ത് ഒരു പ്ലേ, അതിൻ്റെ ഒരു തിരക്കഥ എന്ന് പറയുന്നത് ഉണ്ടായി വരുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ ആദ്യം തന്നിരിക്കുന്നത് ദ നെയിം ഓഫ് ദി ക്യാരക്ടേഴ്സ്. ഹൂ ആർ ദി ക്യാരക്ടേഴ്സ് പ്ലേ ഇൻ ദിസ് പ്ലേ എന്നുള്ളതാണ് പറയുന്നത്. ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ്? ഗ്രാൻഡ് മദർ, Narayan, school headmaster. Narayan, the character, and he is a school headmaster. Ramanna, tea shop owner. Shastri, Kannan and Rudrappa, village men. അവര് ഗ്രാമവാസികളാണ്. And Sagar, building contractor. Dixit, millionaire industrialist. അദ്ദേഹം ഒരു കോടീശ്വരനാണ്, ഒരു കോടീശ്വരനായ വ്യവസായി ആണ്. അപ്പം ആരൊക്കെയുണ്ട് നമുക്ക് ക്യാരക്ടേഴ്സ്? ഗ്രാൻഡ് മദർ, നാരായൺ, രാമണ്ണ, കണ്ണൻ, ശാസ്ത്രി ആൻഡ് രുദ്രപ്പ. പിന്നെ ആരാണ്? ഡിക്സിറ്റ് ആൻഡ് സാഗർ. ഇത്രയും പേരാണ് നമ്മളുടെ ക്യാരക്ടേഴ്സ്. എന്നിട്ട് ഈ ഒരു പ്ലേ നടക്കുന്ന സെറ്റിംഗ് പറയാണ്. ദ പ്ലേ ഈസ് സെറ്റ് ഇൻ എ വില്ലേജ്. ദി ബാക്ക്ഗ്രൗണ്ട് ഷോസ് മൗണ്ടെയിൻസ്, ട്രീസ് ആൻഡ് എ റിവർ ഡെപിക്റ്റിംഗ് എ നാച്ചുറൽ കൺട്രി സൈഡ് വ്യൂ. Scene 1 and 4 are enacted in front of the curtain. The curtain rises for scenes 2, 3 and 5. അപ്പം കർട്ടന് മുൻപിൽ നടക്കുന്ന കാര്യങ്ങളും കർട്ടൻ ഉയർന്നു കഴിയുമ്പോഴുള്ള കാര്യങ്ങൾ, അങ്ങനെ പലതിനെക്കുറിച്ചും ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചർ നമ്മൾക്ക് മുൻപിലേക്ക് തന്നിട്ടാണ് എന്ത് തുടങ്ങുന്നത്? ഈ പ്ലേ തുടങ്ങുന്നത്. നമുക്ക് നോക്കാം. ദ പ്ലേ ഈസ് സെറ്റ് ഇൻ എ വില്ലേജ്. എവിടെയാണ് ഈ പ്ലേ നടക്കുന്നത്? ഒരു ഗ്രാമത്തിലാണ്. ദി ബാക്ക്ഗ്രൗണ്ട് ഷോസ് മൗണ്ടെയിൻസ്. എന്തൊക്കെയുണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ? മലകളുണ്ട്, മരങ്ങളുണ്ട്, റിവർ ഉണ്ട്, ഒരു നദിയുണ്ട്. ഡെപിക്റ്റിംഗ് എ നാച്ചുറൽ കൺട്രി സൈഡ് വ്യൂ, ഒരു ഗ്രാമപ്രദേശമാണെന്ന് സൂചിപ്പിക്കത്തക്ക രീതിയിലുള്ള എല്ലാ വ്യൂസും തന്നിട്ടാണ്, ബാക്ക്ഗ്രൗണ്ടിൽ തന്നിട്ടാണ് നമ്മളുടെ പ്ലേ ആരംഭിക്കുന്നത്. സീൻ 1ാമത്തെ സീനും 4ാമത്തെ സീനും കർട്ടന് മുൻപിൽ വെച്ച് നടക്കുന്നു. സീൻ 2, 3 and 5 ആർ ഇനാക്റ്റഡ് ഓൺ ദി സ്റ്റേജ്. അത്രയും കാര്യങ്ങൾ നമുക്ക് നോക്കാം. സീൻ ബൈ സീൻ ആയിട്ട് നമുക്ക് പഠിക്കാം. സീൻ 1,
Scene 1, I will read it for you. Grandmother appears from stage right, hobbles to the center in front of the curtain and speaks to the audience in a slow, deliberate voice. Grandmother: I am a great grandmother. I was born at the turn of the century when there were no motor cars, no aeroplanes, no television, no movies, and much less noise. Pauses. I was born here, grew up, married, had my children, grandchildren, and great grandchildren. I have lived here all my life. Here, in this village, on the slopes of Dharmagiri, the river, trees, flowers, birds, and animals are all my friends. I have had a tough life, but a happy one. Pauses. Now I am almost 90. My grandson Narayan is the school headmaster. He came to me with the most shocking news. Pauses then. Shall I tell you about it? Wait, I think you better see what actually happened. She hobbles off the stage. Enter Narayan from one side of the stage and Sagar from the other. They meet center stage and greet each other. Narayan: Welcome to our village. I am the school headmaster. Sagar from Bangalore. Pleased to meet you. Narayan: Will you join me for a cup of tea, Mr. Sagar? Ramanna's tea shop is just across the door. Please come. Sagar: Thank you. They leave together. ഇതാണ് നമ്മുടെ സീൻ 1. സീൻ 1-ലെ ഓരോ കാര്യങ്ങളും നമുക്ക് ഒന്ന് നന്നായിട്ട് പഠിക്കാം. ഗ്രാൻഡ് അപ്പിയേഴ്സ് ഫ്രം സ്റ്റേജ് റൈറ്റ്. നമുക്ക് ഈ പ്ലേയുടെ ആദ്യത്തിൽ തന്നെ ഞാൻ പറഞ്ഞു, വേദിയിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളെക്കുറിച്ചും, ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളെക്കുറിച്ചും വളരെ വ്യക്തമായ കാര്യങ്ങൾ പറഞ്ഞു തന്ന് അതെങ്ങനെ അവതരിപ്പിക്കണം, ഏത് രീതിയിലും മുഖത്ത് മിന്നി പറയുന്ന ഭാവങ്ങൾ തുടങ്ങി സംഭാഷണം, പിന്നെ എവിടെ നിന്ന് നടന്നു വരണം, മൈക്കിൻ്റെ സെറ്റിംഗ്, ഇതെല്ലാം ഉൾക്കൊള്ളുന്നതാണ് നല്ല ഒരു സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. ഈ വക കാര്യങ്ങളെല്ലാം പരമാവധി ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു പ്ലേ ആണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. നിങ്ങൾ പഠിക്കുന്ന കൂടെ തന്നെ മനസ്സിൽ ഈ ചിത്രങ്ങളൊക്കെ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക. ഗ്രാൻഡ് മദർ അപ്പിയേഴ്സ് ഫ്രം സ്റ്റേജ് റൈറ്റ്. ഇവിടെ എന്താ പറയുന്നത്? സ്റ്റേജിൻ്റെ വലത് ഭാഗത്തു നിന്നും ഒരു ഗ്രാൻഡ് മദർ, ഒരു വൃദ്ധയായ സ്ത്രീ കടന്നു വരുന്നു. ഹോബിൾസ് ടു ദി സെന്റർ. അവരെങ്ങനെയാണ് നടന്നു വരുന്നത്? ഏന്തിയാണ് നടക്കുന്നത്. ഹോബിൾ മീൻസ് ഏന്തി നടക്കുക. സ്റ്റേജിൻ്റെ നടുവിലേക്ക് ഏന്തി നടന്നു വന്നു. ഇൻ ഫ്രണ്ട് ഓഫ് ദി കർട്ടൻ, അതായത് ആ ഗ്രാൻഡ് മദർ നിൽക്കുന്നതിൻ്റെ പുറകുവശത്താണ് കർട്ടൻ അല്ലേ. സ്റ്റേജിൻ്റെ തൊട്ട് മുൻപിലായിട്ട് കർട്ടൻ ഇടുന്നു. കർട്ടൻ്റെ ഫ്രണ്ടിലും കുറച്ച് സ്ഥലം കാണത്തില്ലേ, അവിടെ വന്നാണ് ഗ്രാൻഡ് മദർ ഇത്രയും കാര്യങ്ങൾ സംസാരിക്കുന്നത്. ആൻഡ് സ്പീക്സ് ടു ദി ഓഡിയൻസ് ഇൻ എ സ്ലോ ഡെലിബറേറ്റ് വോയിസ്. എന്നിട്ട് ആരോടാണ് സംസാരിക്കുന്നത്? ടു ദി ഓഡിയൻസ്. ഒരു വേദിയുടെ മുൻപിൽ ഇരിക്കുന്ന ഓഡിയൻസ്, കാണാനായിട്ടിരിക്കുന്നവരുണ്ടല്ലേ, അവരോടാണ് മുത്തശ്ശി സംസാരിക്കുന്നത്. എങ്ങനെയാണ് സംസാരിക്കുന്നത്? പതുങ്ങിയ ശബ്ദത്തിലാണ് അവരോട് സംസാരിക്കുന്നത്. പതുങ്ങിയ ശാന്തമായ ശബ്ദത്തിൽ അവരുടെ അടുത്ത് സംസാരിക്കുന്നു. എന്താ ഗ്രാൻഡ് മദർ പറയുന്നത്? ഐ എം എ ഗ്രേറ്റ് ഗ്രാൻഡ് മദർ. ഞാൻ ആരാണ്? ഒരു മുതുമുത്തശ്ശിയാണ്. I was born at the turn of the century when there were no motor cars, no aeroplanes, no television, no movies and much less noise. ഗ്രാൻഡ് മദർ വളർന്നത്, ജനിച്ചത് ഏത് സമയത്താണ്? ഈ സെഞ്ചുറിയുടെ, നൂറ്റാണ്ടിൻ്റെ പകുതിയോടുകൂടിയാണ് ഞാൻ ജനിച്ചത്. ആ സമയത്തിൻ്റെ പ്രത്യേകത എന്തായിരുന്നു പ്രത്യേകത? There were നോ മോട്ടോർ കാർസ്. ആ സമയത്ത് കാറുകളില്ലായിരുന്നു. നോ എയ്റോപ്ലെയിൻസ്, വിമാനമില്ലായിരുന്നു. നോ ടെലിവിഷൻ, TV ഇല്ലായിരുന്നു. സിനിമ ഇല്ലായിരുന്നു. ആൻഡ് മച്ച് ലെസ് നോയ്സ്, ഈ വക പറയപ്പെട്ട സാധനങ്ങളൊന്നും ഇല്ലായിരുന്നു. അത് കഴിഞ്ഞിട്ടതിന് ശേഷം ഒരു പോസ് കൊടുക്കുകയാണ്. പോസ് മീൻസ് കുറച്ച് സമയത്തേക്ക് ഇങ്ങനെ നിൽക്കുന്നു, ഒന്നും മിണ്ടാതെ നിൽക്കുന്നു. ഐ വാസ് ബോൺ ഹിയർ, ഗ്രൂ അപ്പ്, മാരീഡ്, ഹാഡ് മൈ ചിൽഡ്രൻ, ഗ്രാൻഡ് ചിൽഡ്രൻ ആൻഡ് ഗ്രേറ്റ് ഗ്രാൻഡ് ചിൽഡ്രൻ. ഞാനിവിടെ ജനിച്ചു, വളർന്നു, കല്യാണം കഴിച്ചു. ഹാഡ് മൈ ചിൽഡ്രൻ, എനിക്ക് കുട്ടികളുണ്ടായി, അവരുടെ മക്കളുണ്ടായി, അവരുടെ മക്കളുടെ മക്കളും ഉണ്ടായി. അങ്ങനെ ഒരു 4 തലമുറയെ കണ്ട ഒരു മുത്തശ്ശിയാണ് നമ്മളോട് സ്റ്റേജ് സീൻ 1-ൽ വന്ന് ഇത്രയും കാര്യങ്ങൾ പറയുന്നത്. ഐ ഹാവ് ലിവ്ഡ് ഹിയർ ഓൾ മൈ ലൈഫ്. എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ ഇവിടെയാണ് ജീവിച്ചത്. ഹിയർ ഇൻ ദിസ് വില്ലേജ്. എവിടെയാണ്? ഈ വില്ലേജിലാണ് ഞാൻ ജീവിച്ചത്. ഓൺ ദി സ്ലോപ്സ് ഓഫ് ധർമ്മഗിരി. ധർമ്മഗിരിയുടെ ചെരിവുകളിലാണ് ഞാൻ ജീവിച്ചത്. നദിയും മരങ്ങളും
പൂക്കളും പക്ഷികളും മൃഗങ്ങളുമെല്ലാം എൻ്റെ സുഹൃത്തുക്കളായിരുന്നു. വേർ ഓൾ മൈ ഫ്രണ്ട്സ്, അവരെല്ലാം എൻ്റെ സുഹൃത്തുക്കൾ ആണ്. ഐ ഹാവ് ഹാഡ് എ ടഫ് ലൈഫ് ബട്ട് എ ഹാപ്പി വൺ. എനിക്കുണ്ടായിരുന്നത് ഒരു പ്രയാസം പിടിച്ചൊരു ജീവിതമായിരുന്നു, പക്ഷേ അവിടെ എന്തുണ്ടായിരുന്നു? സന്തോഷം ഉണ്ടായിരുന്നു അല്ലേ. ഇത്രയും സൗകര്യങ്ങളില്ലാത്ത ഒരു ജീവിതം എന്നൊക്കെ പറയുന്നത് ഒരല്പം പ്രയാസം പിടിച്ചതാണ്, എങ്കിൽ കൂടിയും എന്താണ് അതിൻ്റെ പ്രത്യേകത? അവിടെ സന്തോഷം ഉണ്ടായിരുന്നു. പോസസ്, എന്നിട്ട് വീണ്ടും പോസ് ചെയ്യുന്നു. നൗ ഐ എം ഓൾമോസ്റ്റ് 90. ഇപ്പം എനിക്ക് എത്ര വയസ്സുണ്ട്? ഞാൻ 90 വയസ്സിനോട് അടുത്തു. മൈ ഗ്രാൻഡ് സൺ നാരായൺ ഇസ് ദ സ്കൂൾ ഹെഡ് മാസ്റ്റർ. എൻ്റെ കൊച്ചുമകൻ നാരായണാണ് ഇവിടുത്തെ സ്കൂൾ ഹെഡ് മാസ്റ്റർ. ഹി കെയിം ടു മീ വിത്ത് ദി മോസ്റ്റ് ഷോക്കിംഗ് ന്യൂസ്. അവൻ എൻ്റെ അടുത്തേക്ക് വന്നത് ഒരു ഹൃദയം തകർന്നു പോകുന്ന ഷോക്കിംഗ് ന്യൂസുമായിട്ടാണ്, അത്തരമൊരു വാർത്തയുമായിട്ടാണ് അവൻ എൻ്റെ അടുത്തേക്ക് വന്നത്. പോസസ്, അത് കഴിഞ്ഞ് വീണ്ടും പോസ് ചെയ്യുന്നു. ഷാൽ ഐ ടെൽ യു അബൌട്ട് ഇറ്റ്? ഞാൻ നിങ്ങളോട് അതിനെക്കുറിച്ച് പറയട്ടെ? വെയിറ്റ്, നിൽക്കേ. ഐ തിങ്ക് യു ബെറ്റർ സീ വാട്ട് ആക്ച്വലി ഹാപ്പൻ. ഞാൻ വിചാരിക്കുന്നു ഇങ്ങനെ പറഞ്ഞു തരുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾ തന്നെ അത് കണ്ട് മനസ്സിലാക്കുന്നതാണ്. അതാണ് ഇപ്പോൾ നമ്മളുടെ ഉള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ടാകുന്നുണ്ടല്ലേ, എന്താണ് ഈ ഷോക്കിംഗ് ന്യൂസ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാകുന്നുണ്ട്. ആ ഒരു ക്യൂരിയോസിറ്റിയുടെ മുന്നിൽ നിന്നുകൊണ്ട് എന്ത് സംഭവിക്കുകയാണ്? ഷീ ഹോബിൾസ് ഓഫ് ദി സ്റ്റേജ്. ആ ഒരു ക്യൂരിയോസിറ്റി നമുക്ക് തന്നിട്ട് മുത്തശ്ശി ഏന്തി ഒരു സ്റ്റേജിൻ്റെ പിന്നിലേക്ക് പോകുന്നു, അതായത് സ്റ്റേജിൽ നിന്നും പിൻവാങ്ങുന്നു. മുത്തശ്ശി പോയിന്റ് തൊട്ട് പുറകെ എന്ത് സംഭവിക്കുന്നു നോക്കാം. എൻ്റെ നാരായൺ ഫ്രം ദി സൈഡ് ഓഫ് ദി സ്റ്റേജ് ആൻഡ് സാഗർ ഫ്രം ദി അതർ. ഒരു വശത്ത് നിന്നും നാരായൺ കടന്നു വരുന്നു, മറ്റു വശത്തു നിന്നും സാഗർ വരുന്നു. രണ്ടുപേരും ഇങ്ങനെ വന്ന് they meet center stage and greet each other. അവര് സ്റ്റേജിന്റെ നടുവിലെത്തി, സ്റ്റേജ് അല്ല കർട്ടന്റെ മുൻപിലെത്തി, അവിടെ ഒരു ഏകദേശം സെൻട്രലായിട്ട് വന്ന് നിന്ന് കണ്ടുമുട്ടുന്നു. പിന്നെ അവര് പരസ്പരം ഗ്രീറ്റ് ചെയ്യുന്നു. നാരായൺ എന്താ പറയുന്നേ? വെൽക്കം ടു അവർ വില്ലേജ്. ഐ എം ദി സ്കൂൾ ഹെഡ് മാസ്റ്റർ. സ്വാഗതം, ഞങ്ങളുടെ ഗ്രാമത്തിലേക്ക് സ്വാഗതം, ഞാൻ ഈ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ആണെന്ന് പറയുന്നു. സാഗർ ഇനി എന്താ പറയുന്നേ? സാഗർ പറയുന്നു സാഗർ ഫ്രം ബാംഗ്ലൂർ. അദ്ദേഹം പറയാണ്, പരിചയപ്പെടുത്തുകയാണ്, സാഗർ ഫ്രം ബാംഗ്ലൂർ, പ്ലീസ്ഡ് ടു മീറ്റ് യു. ഒരുപാട് സന്തോഷം എന്ന് പറയുന്നു. നാരായൺ, വിൽ യു ജോയിൻ മീ ഫോർ എ കപ്പ് ഓഫ് ടീ? നമുക്ക് ഒരു ചായ കുടിക്കാൻ പോകാം എന്നുള്ളതാണ് അതിൻ്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത്. രാമണ്ണാസ് ടീ ഷോപ്പ് ഇസ് ജസ്റ്റ് അക്രോസ് ദി ഡോർ, പ്ലീസ് കം. രാമണ്ണ എന്ന വ്യക്തിയുടെ ടീ ഷോപ്പ്, ചായക്കട ഇവിടെ അടുത്താണ്. നമുക്ക് അവിടെ പോയി ഈ റോഡിന് എതിർവശമാണ് രാമണ്ണയുടെ ടീ ഷോപ്പ്, നമുക്ക് അങ്ങോട്ടേക്ക് പോകാം, വരൂ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകുന്നു. സാഗർ എന്താ പറയുന്നത്? താങ്ക് യു. ദേ ലീവ് ടുഗെദർ. അവർ നന്ദിയൊക്കെ പറഞ്ഞ് രണ്ടുപേരും ഒരുമിച്ച് സ്റ്റേജിൽ നിന്ന് പോകുന്നു. ആൻഡ് സീൻ 2, what happens there? I will read it for you. After that we can explain it line by line. Curtain rises. Set shows Ramanna's tea shop, small cheerful hotel with 2 tables and several chairs. Transistor radio on Ramanna's counter, light, film music blaring. Conversation opens, music fades. Sagar, sitting. Yes, thank you. I will have tea. Moved into the village a couple of days ago. You know, rented a house beyond the marketplace. Bit primitive, but it will do. Laughs. I'm only here for 6 months. Thank goodness. Ramanna, curiously. Why 6 months? Have you come on business? Sagar, with a sneer. Yeah. Why will I come to a sleepy little dump like this? If not for business, we are building a hotel here. A 5-star hotel. Ramanna, serving tea. A 5-star hotel here in our village? Sagar, proudly. Yeah, a fabulous multi-storied hotel. 300 rooms, shopping complex, swimming pool, health club, video, the works. Narayan, surprised. But ours is a small village. Only 500 people live here. What will we do with a hotel that has 300 rooms? Sagar, addressing the audience. Village folk, they are dumb. To Narayan, tourism man, tourism. Rises a chair, talks in an excited voice. This is a lovely village. Right in the middle of the valley, this river that flows through your village, it is the cleanest I have ever seen. Sweeps his arm and he speaks. And up the Dharmagiri mountain, such a gorgeous, breathtaking view.
The waterfalls, the trees, the wildlife. Marvelous. Simply marvelous. The plan is to build a 5-star hotel right there on top of Dharmagiri, overlooking your village. Points to the mountain. Fantastic. Yeah? Narayan, shocked. The only construction we have on Dharmagiri is the temple, built 300 years ago. Ramanna, the mountain is sacred to us. The river which starts there flows down and sustains our crops, our lives. How can you build a hotel there? Narayan, there is only a narrow winding path to the top. Your vehicles cannot go up. And what will happen to the houses, including mine, which are along the slope? Sagar, there is nothing to worry. I can tell you, this hotel is being built by Dixit. Heard of him? The millionaire industrialist from Delhi. He has the okay from the government and my firm has clinched the deal of building it. Everything has been arranged. I have come to get the work started. Ramanna, agitated. Array! No one in the village has been told about it. The villagers will not like it. I know they will not. Sagar, haughtily. Ignorance, my dear friend, ignorance. The village will not be harmed in any way. Can't you see? When we widen the road to go up the hill and make it a tar road, some houses will naturally be knocked down. We will compensate handsomely. Don't you worry, man. It will be one of the best luxury hotels in the country. Tourists will pour into your village, especially rich ones. Narayan, doubtfully. Where are the men to build your hotel? Where is the missionary? Sagar, laughing. It's all arranged, man. Dixit does not waste time. He has influence. He can get things moving. Snaps his fingers. Tomorrow, lorries and trucks will arrive with cement, bricks, steel, marble and other things. We are bringing the laborers, of course, a few hundred. Ramanna, a few hundred? Where will they stay? Sagar, we will put up temporary dwellings for them at the foot of the hill. You know, some temporary snack shacks. No problem. Narayan, you mean you will have slums here? Sagar, struggling. Well, that's what they are used to, man. They live like rats, don't you know? Narayan, annoyed. Mr. Sagar, I strongly oppose this plan to build a hotel on Dharmagiri. I wish we, the villagers, had been consulted first. Mr. Dixit should have asked us what we felt about it. Sagar, contemptuously, don't make me laugh, man. Mr. Dixit, the multi-millionaire owner of 24 cinema houses, 5 luxury hotels, 3 drug companies and the biggest biscuit factory in India. Mr. Dixit, who owns 5 mansions in different parts of the world. You want him to consult you? Horses? Look, man, it's his money, his idea, his effort. You villagers have nothing to do with it. Ramanna, ruffled, you don't know us. We certainly have something to do with it. Scene 2 വായിച്ചു കഴിഞ്ഞു. നമുക്കിനി ലൈൻ ബൈ ലൈൻ അതിൻ്റെ മീനിങ് നോക്കാം. അപ്പോൾ മുത്തശ്ശി പോകുന്നു, നാരായൺ കയറി വരുന്നു, സാഗരം വരുന്നവർ മീറ്റ് ചെയ്യുന്നു, രാമണ്ണയുടെ ടീ ഷോപ്പിലേക്ക് പോകാമെന്ന് പറഞ്ഞാണല്ലേ നമ്മുടെ ആദ്യത്തെ സീൻ അവസാനിക്കുന്നത്. ഇനി ഞാൻ പറഞ്ഞില്ലേ, ഇനി നമ്മളുടെ കർട്ടൻ ഉയരുകയാണ്. കർട്ടൻ ഉയരുമ്പോഴേക്കും കർട്ടൻ റൈസസ്, സെറ്റ് ഷോസ് രാമണ്ണാസ് ടീ ഷോപ്പ്. അവിടെ എന്താ കാണുന്നത്? രാമണ്ണായുടെ ടീ ഷോപ്പാണ് കാണുന്നത്. സ്മോൾ cheerful hotel with 2 tables and several chairs. അവിടെ എന്തൊക്കെയാണ് ബാക്ക്ഗ്രൗണ്ടിൽ സെറ്റ് ചെയ്തിട്ടിരിക്കുന്നത്? സ്മോൾ, വളരെ ചെറുതാണ്. cheerful hotel with 2 tables. അവിടെ എന്തുണ്ട്? 2 ടേബിൾസ് ഉണ്ട്. അതിന് ചുറ്റും കുറേ ചെയേഴ്സ് കിടപ്പുണ്ട്. ട്രാൻസിസ്റ്റർ റേഡിയോ ഓൺ രാമണ്ണാസ് കൗണ്ടർ. രാമണ്ണ ഇരിക്കുന്ന ഭാഗത്തായിട്ടൊരു ട്രാൻസിസ്റ്റർ റേഡിയോ ഉണ്ട്. ലൈറ്റ് ഫിലിം മ്യൂസിക് ബ്ലെയറിംഗ്. അവിടെ എന്താണ്? ആ റേഡിയോയിൽ നിന്നും മ്യൂസിക് ഇങ്ങനെ പാട്ടിങ്ങനെ നൈസായിട്ട് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. കോൺവെർസേഷൻ ഓപ്പൺസ്, മ്യൂസിക് ഫെയ്ഡ്സ്. അവിടെ എന്താണ്? സംഭാഷണം തുടങ്ങുമ്പോഴത്തേക്ക് മ്യൂസിക് പോസ് ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. സാഗർ, അദ്ദേഹം ഇരുന്നുകൊണ്ട്, സാഗറാണ് ആദ്യത്തെ കോൺവെർസേഷൻ ഇനിഷ്യേറ്റ് ചെയ്യുന്ന ആൾ. അയാൾ ഇരിക്കുകയാണ്. സാഗർ എന്താ പറയുന്നത്? യെസ്, താങ്ക് യു, ഐ വിൽ ഹാവ് ടീ. മൂവ് ഇൻ ടു ദി വില്ലേജ് എ കപ്പിൾ ഓഫ് ഡേയ്സ് എഗോ. നന്ദിയുണ്ട്, എനിക്ക് ചായ മതി. മൂവ് ഇൻ ടു ദി വില്ലേജ് എ കപ്പിൾ ഓഫ് ഡേയ്സ് എഗോ.
2-3 ദിവസങ്ങൾക്ക് മുമ്പാണ് ഞാൻ വില്ലേജിലേക്ക് വന്നത്. നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. റെന്റഡ് എ ഹൗസ് ബിയോണ്ട് ദി മാർക്കറ്റ് പ്ലേസ്. ഒരു വീട് വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്. ബിറ്റ് പ്രിമിറ്റീവ്, കുറച്ച് പഴയതാണ്, ബട്ട് ഇറ്റ് വിൽ ഡു. പക്ഷെ സാരമില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളുന്ന അർത്ഥത്തിൽ. പിന്നെ ചിരിച്ചിട്ട് പറയാണ്, ഐ എം ഓൺലി ഹിയർ ഫോർ 6 months. താങ്ക് ഗുഡ്നസ്. ഞാനിവിടെ 6 മാസത്തേക്കുള്ളൂ. ഒരു കണക്കിന് നന്നായി എന്ന് പറയുന്നത്. അവിടെയൊക്കെ തെളിഞ്ഞിരിക്കുന്ന ഒരു പുച്ഛഭാവം എന്ന് സങ്കല്പിക്കുക കേട്ടോ. രാമണ്ണ ക്യൂരിയസ്ലി എന്ന് വെച്ചാൽ ആകാംക്ഷയോടെ, വൈ 6 months? എന്തുകൊണ്ട് 6 മാസം? ഹാവ് യു കം ഓൺ എ ബിസിനസ്? എന്തിനാണ് നിങ്ങൾ ഇവിടെ വന്നത്? ബിസിനസ് വേണ്ടിയിട്ടാണോ എന്നുള്ള അർത്ഥത്തിൽ ചോദിക്കുന്നു. ഹാവ് യു കം ഓൺ ബിസിനസ്? നിങ്ങളൊരു ബിസിനസ്സിന് വേണ്ടിയിട്ടാണോ വന്നത്? എന്തുകൊണ്ടാണ് 6 മാസം മാത്രമാക്കുന്നത്? സാഗർ വിത്ത് സ്നേഹം. സാഗർ പറയുകയാണ്, ഒരു ചിരിയൊക്കെ മുഖത്ത് പരത്തിക്കൊണ്ട് പറയുന്നു, യാ, വൈ വിൽ ഐ കം ടു സ്ലീപ്പ് ലിറ്റിൽ ഡം ലൈക്ക് ദിസ് ഇഫ് നോട്ട് ഫോർ ബിസിനസ്? ആ ഉച്ചഭാവത്തോടു കൂടി തന്നെ അയാൾ പറയാണ്, അതെ, ഞാൻ വന്നത് ബിസിനസ്സിനാണ്. ഇത്തരം ഒരു സ്ലീപ്പി ലിറ്റിൽ ഡം ലൈക്ക് ദിസ് ഇഫ് നോട്ട് ഫോർ എ ബിസിനസ്. ഇത്രയും വികസനമില്ലാത്ത ഇങ്ങനത്തെ പട്ടിക്കാട് പോലത്തെ ഒരു സ്ഥലത്ത് ബിസിനസ്സിനല്ലാതെ ഞാൻ എന്തിനു വരണം എന്നുള്ളത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. വി ആർ ബിൽഡിംഗ് എ ഹോട്ടൽ ഹിയർ, എ 5-star ഹോട്ടൽ. ഞങ്ങൾ ഇവിടെ ഒരു ഹോട്ടൽ നിർമ്മിക്കാൻ പോവുകയാണ്. ആ ഹോട്ടലിന്റെ പ്രത്യേകത എന്താണ്? 5-star ഹോട്ടലാണ് നിർമ്മിക്കാൻ പോകുന്നത് കേട്ടോ. രാമണ്ണ സെർവിങ് ടീ, ചായ ഒഴിച്ചു കൊടുത്തോണ്ട് പറയും, എ 5-star ഹോട്ടൽ ഹിയർ ഇൻ അവർ വില്ലേജ്? ഒരു 5-star ഹോട്ടലോ? അത് ഞങ്ങളുടെ ഈ വില്ലേജിലോ എന്ന് ചോദിക്കുന്നു. സാഗർ പ്രൗഡ്ലി, അദ്ദേഹത്തിന് ഭയങ്കര അഭിമാനത്തോടെ പറയാണ്, യാ, എ ഫാബുലസ് മൾട്ടി സ്റ്റോറീഡ് ഹോട്ടൽ. ഒരു വളരെ മനോഹരമായ പല പല നിലകളുള്ള ഒരു ഹോട്ടൽ. 300 റൂംസ്. അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? 300 മുറികൾ, ഷോപ്പിംഗ് കോംപ്ലക്സ്, സ്വിമ്മിംഗ് പൂൾ, ഹെൽത്ത് ക്ലബ്, വീഡിയോ, ദി വർക്ക്സ്. ഇത്രയും സാധനങ്ങളൊക്കെ കൊണ്ടാണ് ആ ഒരു ഹോട്ടലിൽ പണിയാൻ പോകുന്നത്. നാരായൺ സർപ്രൈസ്ഡ്, മുഖത്ത് ഭയങ്കര ഒരു ആകാംക്ഷയും ഒരു അത്ഭുതവും ഒക്കെ തോന്നിയേച്ച് പറയുന്നു. ബട്ട് ഹൗസ് ഇസ് എ സ്മോൾ വില്ലേജ്. പക്ഷെ ഞങ്ങളുടെ ഒരു സ്മോൾ വില്ലേജ് ആണ്. ഓൺലി 500 പീപ്പിൾ ലിവ് ഹിയർ. ഇവിടെ ആകെപ്പാടെ 500 പേരേ ഉള്ളൂ. വാട്ട് വിൽ യു ഡു വിത്ത് എ ഹോട്ടൽ ദാറ്റ് ഹാസ് 300 റൂംസ്? ഇവിടെ 300 മുറികളുള്ള ഒരു ഹോട്ടൽ വന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്യാനാണ് എന്ന് ചോദിക്കുന്നു. വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു സംശയം അല്ലേ? സാഗർ അഡ്രസ്സിങ് ദി ഓഡിയൻസ്. അത് നാടകത്തിൻ്റെ എല്ലാം ഒരു 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 ഉദ്ദേശം എന്നൊക്കെ പറയുന്നത്, ഇറ്റ് ഹാസ് ടു കൺവേ സം പ്രഷ്യസ് മെസ്സേജ് ടു ദി ഓഡിയൻസ്. അപ്പോൾ ഈ വാച്ച് ചെയ്യുന്ന ആൾക്കാർക്കെല്ലാം ഒരു പ്രത്യേക മെസ്സേജ് കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഒരു പ്ലേ നടത്തുന്നത്. അപ്പോൾ സാഗർ കൂടിയിരിക്കുന്ന ഓഡിയൻസിനെ മുഴുവൻ അഡ്രസ്സ് എന്ന് പറയുകയാണ്. വില്ലേജസ് അഡ്രസ്സിങ് ദി ഓഡിയൻസ്. വില്ലേജ് ഫോക്ക്, ദേ ആർ ഡംപ്. അവരെക്കുറിച്ചെല്ലാം ഒരു മോശമായ രീതിയിൽ അവരെക്കുറിച്ച് അവർ പറഞ്ഞു വെച്ചിരിക്കുന്ന കുറേ പ്രിജുഡൈസസ് അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് ഇങ്ങനെ പോയിട്ടുണ്ട്. വില്ലേജ് നാടൻ ആളുകൾ, ദേ ആർ ഡംപ്, അവരെന്താണ്? അന്ധബുദ്ധികൾ, പൊട്ടന്മാർ എന്നുള്ള അർത്ഥത്തിൽ. ടു നാരായൺ, അത്രയും ഓഡിയൻസിനെ നോക്കി പറഞ്ഞിട്ട് സാഗർ നേരെ നാരായണന്റെ നേരേക്ക് തിരിഞ്ഞിട്ട് പറയാണ്, ടൂറിസം ടൂറിസം. എന്താണ്? ടൂറിസം ആണ്. ടൂറിസം ആണല്ലോ, ടൂറിസം. റൈസസ് ഫ്രം ദി ചെയർ. എന്നിട്ട് ചെയറിൽ നിന്ന് എഴുന്നേൽക്കുന്നു. ടോക്സ് ഇൻ ആൻ എക്സൈറ്റഡ് വോയിസ്. എഴുന്നേറ്റിട്ട് വളരെ ആകാംക്ഷ നിറഞ്ഞ ഒരു ക്യൂരിയോസിറ്റിയോട് കൂടി അദ്ദേഹം, അത്ഭുതത്തോടു കൂടി അദ്ദേഹം സംസാരിക്കുന്നു. എന്താണ്? ദിസ് ഈസ് എ ലവ്ലി വില്ലേജ്. ഈ വില്ലേജ് എന്ന് പറയുന്നത് വളരെ മനോഹരമായൊരു വില്ലേജാണ്. റൈറ്റ് ഇൻ ദി മിഡിൽ ഓഫ് ദി വാലി, താഴ്വരകളുടെ നടുവിലായിട്ട്, ദ റിവർ ദാറ്റ് ഫ്ലോസ് ത്രൂ യുവർ വില്ലേജ് ഇസ് ദി ക്ലീനസ്റ്റ് ഐ ഹാവ് എവർ സീൻ. ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും മനോഹരമായ റിവർ എന്ന് പറയുന്നത് ഏതാണ്? നിങ്ങളുടെ ഗ്രാമത്തിൻ്റെ നടുവിലൂടെ ഒഴുകുന്ന നദിയാണ്. സ്വീപ്സ് ഹിസ് ആം ആസ് ഹി സ്പീക്സ്. അദ്ദേഹം കൈയൊക്കെ ഒന്ന് തുടച്ചിട്ട് ആമൊക്കെ ഒന്ന് തുടച്ചിട്ട് പറയാണ്, ആൻഡ് അപ്പ് ദി ധർമ്മഗിരി മൗണ്ടൻ സച്ച് എ ജോർജിയസ് ബ്രെത്ത് ടേക്കിംഗ് വ്യൂ. എന്താ പറയുന്ന? ധർമ്മഗിരി എന്ന് പറയുന്ന ഒരു മൗണ്ടൻ, മലയെക്കുറിച്ച് പറയുകയാണ്. സച്ച് എ ജോർജിയസ്, അത്ര മനോഹരമായ, ബ്രെത്ത് ടേക്കിംഗ് വ്യൂ, ശ്വാസം പിടിച്ചു നിർത്തുന്ന, നമ്മളുടെ ശ്രദ്ധ ആകർഷിക്കത്തക്ക എന്നുള്ള അർത്ഥമുള്ളൂ അവിടെ. വ്യൂ, ദി വാട്ടർഫോൾസ്, ദി ട്രീസ്, ദി വൈൽഡ് ലൈഫ്. എന്തെല്ലാം പ്രത്യേകതകളാണ് ധർമ്മഗിരി മൗണ്ടൻസിനുള്ളത്? വെള്ളച്ചാട്ടം, ദി ട്രീസ് മരങ്ങൾ, ദി വൈൽഡ് ലൈഫ് എന്താണ് പറയുന്നത്? പിന്നെ ഈ ഒരു വന്യജീവികളെല്ലാം ഉൾപ്പെടുന്ന വൈൽഡ് ലൈഫ്. മാർവലസ്, സിംപ്ലി മാർവലസ്, മനോഹരം, കണ്ണഞ്ചിപ്പിക്കുന്ന, വളരെ ഒന്നും പറയാനില്ല എന്നൊക്കെ പറയുന്ന ഒരു ഇതിൽ
ആ വില്ലേജിനെ നന്നായിട്ട് പുകഴ്ത്തുവാണ്. ദി പ്ലാൻ ഈസ് ടു ബിൽഡ് എ 5-star ഹോട്ടൽ റൈറ്റ് ഹിഡയ ഓൺ ദി ടോപ്പ് ഓഫ് ധർമ്മഗിരി. ധർമ്മഗിരിയെ കുറിച്ച് പറയാണ്. ഞങ്ങളുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ധർമ്മഗിരി മൗണ്ടൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് എന്ത് പണിയുക? ഒരു 5-star ഹോട്ടൽ പണിയുക. ഓവർലുക്കിംഗ് യുവർ വില്ലേജ് പോയിന്റ്സ് ടു ദി മൗണ്ടൻ. ഫാന്റാസ്റ്റിക്. നിങ്ങളുടെ വില്ലേജ് കാണത്തക്ക രീതിയിൽ ഒരു 5-star ഹോട്ടൽ പണിയുക. ഫാന്റാസ്റ്റിക് അല്ലേ എന്ന് ചോദിക്കുന്നു. മൗണ്ടനിലേക്ക് നോക്കി, പോയിന്റ്സ് ടു ദി മൗണ്ടൻ. ഇങ്ങനെ നോക്കി എന്ന് പറയുന്നത് ഫാന്റാസ്റ്റിക് എന്ന് പറയുന്നു. എല്ലാം നിങ്ങൾ മനസ്സിലൊന്ന് സങ്കല്പിക്കുക കേട്ടോ. ക്ലാസ് റൂമൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ അവൈലബിൾ ആയിരുന്നെങ്കിൽ കളിക്കാനായിട്ട്, നിങ്ങൾക്ക് അഭിനയിച്ച് കാണിക്കാനായിട്ടൊക്കെ പറ്റിയ വളരെ മനോഹരമായ ഒരു പ്ലേ ആണിത്. നിങ്ങൾക്ക് സാധിക്കുന്നില്ലല്ലോ, എന്നാലും സാരമില്ല, നന്നായിട്ട് അതിനൊന്ന് മനസ്സിലൊക്കെ ഒന്ന് കണ്ട് സ്വന്തം ക്യാരക്ടറായിട്ടൊക്കെ ഒന്ന് സങ്കല്പിച്ചിട്ടൊക്കെ ചെയ്യുക. ഫാന്റാസ്റ്റിക് മീൻസ് ഒന്നാന്തരം, അത്യുത്തമം എന്നൊക്കെയുള്ള അർത്ഥം. നാരായൺ ഷോക്ക്ഡ്. അദ്ദേഹത്തിന് ഭയങ്കര ഷോക്കായി കേട്ടപ്പോൾ. ദി ഓൺലി കൺസ്ട്രക്ഷൻ വി ഹാവ് ഓൺ ധർമ്മഗിരി ഇസ് ദ ടെമ്പിൾ ബിൽറ്റ് 300 years ago. ഞങ്ങൾക്ക് ആകപ്പാട് ധർമ്മഗിരിയിലുള്ള ഒരു കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഒരു അമ്പലമാണ്. അതും എത്ര വർഷം മുൻപുള്ളതാണ്? 300 years ago. 300 വർഷത്തിന് മുൻപ് പണിത ഒരു അമ്പലം മാത്രമാണ് ധർമ്മഗിരി ഞങ്ങൾക്ക് ആകപ്പാടുള്ള ഒരു കൺസ്ട്രക്ഷൻ. രാമണ്ണ, ദി മൗണ്ടൻ ഈസ് സീക്രട്ട് ടു അസ്. ദി റിവർ വിച്ച് സ്റ്റാർട്ട്സ് there flows down this and sustains our crops, our lives. How can you build a hotel there? അദ്ദേഹത്തിൻ്റെ സംശയം രാമണ്ണ ചോദിക്കുകയാണ്. ആ ഒരു വില്ലേജ് മാൻ, ആ ഒരു ടീ ഷോപ്പിൻ്റെ ഉടമ ചോദിക്കുകയാണ്, ആ മല എന്ന് പറയുന്നത്, ആ ഒരു മല ഞങ്ങൾക്ക് വിശുദ്ധമാണ്. ദ റിവർ വിച്ച് സ്റ്റാർട്ട്സ് there, ആ മലയിൽ നിന്നും തുടങ്ങുന്ന നദി അത് താഴേക്ക് ഒഴുകി വന്ന് ഞങ്ങളുടെ ക്രോപ്പുകളെയും ഞങ്ങളുടെ ജീവിതത്തെ മുഴുവനായിട്ട്, ഞങ്ങളുടെ വിളകളെയും ഞങ്ങളുടെ ജീവിതത്തെ മുഴുവനായിട്ട് നിലനിർത്തുന്നത് എന്താണ്? ഈ ഒരു മൗണ്ടനിൽ നിന്നൊഴുകുന്ന റിവറാണ്. ഹൗ ക്യാൻ യു ബിൽഡ് എ ഹോട്ടൽ ദർ? നിങ്ങൾ അവിടെ എങ്ങനെ ഒരു ഹോട്ടൽ പണിയും എന്ന് ചോദിക്കുന്നു. നാരായൺ സേസ് ദർ ഈസ് ഓൺലി എ നാരോ വിൻഡിങ് പാത്ത് ടു ദി ടോപ്പ്. എന്താ പറയുന്നത്? അങ്ങോട്ടേക്ക് കയറി ചെല്ലാനായിട്ട് ഒരു ചെറിയ വഴിയേ ഉള്ളൂ. യുവർ വെഹിക്കിൾസ് കനോട്ട് ഗോ അപ്പ്. നിങ്ങളുടെ വാഹനങ്ങൾക്കൊന്നും അങ്ങോട്ടേക്ക് കയറി ചെല്ലാൻ പറ്റത്തില്ല. ആൻഡ് വാട്ട് വിൽ ഹാപ്പൻ ടു ദി ഹൗസസ്? അവിടെയുള്ള വീടുകൾക്കൊക്കെ എന്ത് സംഭവിക്കും? ഇൻക്ലൂഡിങ് മൈൻ, എൻ്റേതും ആ കൂടെ ഉണ്ട്. വിച്ച് ആർ ലോങ് ദി സ്ലോപ്പ്, ആ സ്ലോപ്പിലായിട്ട് വരുന്ന ഞങ്ങളുടെ വീടുകളൊക്കെ അപ്പോൾ എന്ത് ചെയ്യും എന്ന് ചോദിക്കുന്നു. ആ വീടുകളൊക്കെ എന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? സാഗർ ഇസ് ആൻസറിങ് ഫോർ ദി ക്വസ്റ്റ്യൻ. ദർ ഇസ് നത്തിങ് ടു വറി. നിങ്ങൾ വിഷമിക്കാനായിട്ടൊന്നുമില്ല. ഐ ക്യാൻ ടെൽ യു, അതെനിക്ക് ഉറപ്പ് തരാൻ പറ്റും, എനിക്ക് പറയാൻ കഴിയും. ദിസ് ഹോട്ടൽ ഈസ് ബീങ് ബിൽറ്റ് ബൈ ഡിക്സിറ്റ്. ഈ ഹോട്ടൽ പണിയുന്നത് ആരാണ്? ഡിക്സിറ്റ്. ഡിക്സിറ്റിൻ്റെ പ്രത്യേകത എന്താണ്? നിങ്ങൾ അതേക്കുറിച്ച് ഹേർഡ് ഓഫ് ഹിം, കേട്ടിട്ടുണ്ടാവുമല്ലോ. ദ മില്ലിനിയർ ഇൻഡസ്ട്രിയലിസ്റ്റ് ഫ്രം ഡൽഹി. കോടീശ്വരനായ വ്യവസായി. അദ്ദേഹത്തിന് എവിടെ നിന്നാണ് വരുന്നത്? ഡൽഹിയിൽ നിന്നാണ് വരുന്നത്. ഹി ഹാസ് ഓക്കെ ഫ്രം ദി ഗവൺമെൻറ്. അവന് ഗവൺമെൻറ്റിൽ നിന്നും വേണ്ട സമ്മതമൊക്കെ ലഭിച്ചിട്ടുണ്ട്. ആൻഡ് മൈ ഫേം ഹാസ് ക്ലിൻച്ഡ് ദി ഡീൽ ഫോർ ബിൽഡിംഗ് ഇറ്റ്. എൻ്റെ ഫേമും ഇത് പണിയാനുള്ള തീരുമാനത്തിൽ അന്തിമ തീരുമാനം എടുത്തിട്ടുണ്ട്. എവറിത്തിങ് ഹാസ് ബീൻ അറേഞ്ച്ഡ്. എല്ലാം ഞങ്ങൾ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെന്താ പറയുന്നത്? ഐ ഹാവ് കം ടു ഗെറ്റ് ദി വർക്ക് സ്റ്റാർട്ടഡ്. ഞാനിവിടെ വന്നത് എന്തിനാണ്? ഈ വർക്ക് തുടങ്ങാനുള്ള ഉദ്ദേശത്തോടെയാണ് ഞാനിവിടെ വന്നിരിക്കുന്നതെന്ന് പറയുന്നു. രാമണ്ണ അജിറ്റേറ്റഡ്. അജിറ്റേറ്റഡ് മീൻസ് ശുഭിതനാവുക. അരേ, നോ വൺ ഇൻ ദി വില്ലേജ് ഹാസ് ബീൻ ടോൾഡ് അബൌട്ട് ഇറ്റ്. ഈ വില്ലേജിലെ ആരും ഇതിനെക്കുറിച്ച് പറയുന്നതെന്ന് കേട്ടില്ല. ദി വില്ലേജേഴ്സ് വിൽ നോട്ട് ടേക്ക് ഇറ്റ്. ഐ നോ ദേ വിൽ നോട്ട്. എന്താ പറയുന്നത്? ഈ വില്ലേജേഴ്സ് ആരും ഇതിന് സമ്മതിക്കില്ല, അവർക്ക് ആർക്കും ഇഷ്ടപ്പെടുകയില്ല. എനിക്കറിയാം അവർ സമ്മതിക്കില്ലെന്ന് രാമണ്ണ വളരെ ഷുവറായിട്ട് പറയുന്നു. അപ്പോൾ സാഗർ എന്താണ് പറയുന്നത് നോക്കാം. സാഗർ ഹോട്ട്ലി മീൻസ് ധിക്കാരത്തോടെ പറയണം, അഹങ്കാരത്തോടെ പറയണം. ഇഗ്നോറൻസ് മൈ ഡിയർ ഫ്രണ്ട്, ഇഗ്നോറൻസ്. ദ വില്ലേജേഴ്സ് വിൽ നോട്ട് ബി ഹാംഡ് ഇൻ എനി വേ. ക്യാൻ യു സീ? ഇഗ്നോറൻസ് എന്ന് വെച്ചാൽ എന്താണ്? അറിവില്ലായ്മ എന്നും അർത്ഥമുണ്ട്. ഒഴിവാക്കുക അല്ലെങ്കിൽ അതൊന്നും കാര്യമാക്കണ്ട എന്നുള്ള അർത്ഥവും കൂടി ഉണ്ട്. ഇഗ്നോറൻസ് മൈ ഡിയർ ഫ്രണ്ട്, ഇഗ്നോറൻസ്. വില്ലേജേഴ്സ് വിൽ നോട്ട് ബി ഹാംഡ് ഇൻ എനി വേ. അവരൊരു തരത്തിലും അവർക്ക് ഇതുകൊണ്ടൊരു ക്രൂശിക്കലും ഉണ്ടാവത്തില്ല. When we widen the road to go up the hill and make it a tar road, some houses will naturally be knocked down. ഞങ്ങൾ മുകളിലേക്ക് പോകാനായിട്ടുള്ള ഈ നാരോ വഴിയില്ലേ, രാമണ്ണ ആദ്യം പറഞ്ഞ ആ ഒരു വഴി ഞങ്ങൾ വീതി കൂട്ടും. വീതി കൂട്ടി അത് ടാർ റോഡ് ആക്കുമ്പം ഓട്ടോമാറ്റിക്കലി കുറച്ച് വീടുകൾക്കെല്ലാം അത് ഹാംഫുൾ ആയിട്ട് വരും. പ്രഹരമേൽക്കും. നോക്ക് മീൻസ് പ്രഹരമേൽക്കുക. പ്രഹരമേറ്റ് അതെല്ലാം നിലം പതിക്കും. വി വിൽ കോമ്പൻസേറ്റ് ഹാൻഡ്സംലി, ഡോണ്ട് യു വറി. നിങ്ങൾ ഇതിനെക്കുറിച്ച് ഒത്തൊട്ടും ഭാരപ്പെടേണ്ട, ഞങ്ങൾ അതിനെല്ലാം നഷ്ടപരിഹാരം, നല്ല രീതിയിൽ നഷ്ടപരിഹാരം തരും. ഹാൻഡ്സംലി എന്നൊക്കെ പറയുന്നത് സാലറി കൊടുക്കുന്ന കാര്യത്തിലെല്ലാം ഉള്ള ഒരു വിശേഷണം. സാലറി കൊടുക്കുന്ന കാര്യത്തിൽ ഹാൻഡ്സം സാലറി,
ദ കമ്പനി ഈസ് ഓഫറിങ് യു ദ ഹാൻസം സാലറി ഇൻ ദി ഇൻഡസ്ട്രി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പത്രത്തിലെല്ലാം ജോബ് പരസ്യങ്ങളൊക്കെ നോക്കിയാൽ കാണാം. അതുപോലെ തന്നെ ഇവിടെ പറയുകയാണ് ഞങ്ങൾ നല്ല രീതിയിൽ നഷ്ടപരിഹാരം തരും. അതേ അതിന് ഉദ്ദേശിക്കുന്നുള്ളൂ. മനോഹരമായ, ആകർഷകമായ എന്നൊക്കെ പറയുന്നത്, ആകർഷകമായ നഷ്ടപരിഹാരം ഞങ്ങൾ തരും എന്നുള്ളത് പറയുന്നു. ഡോണ്ട് യു വറി, നിങ്ങളൊട്ടും വിഷമിക്കേണ്ട. ഡോണ്ട് യു വറി മാൻ എന്നാണ് കൂട്ടിച്ചേർത്ത് പറയുന്നത്. ഇറ്റ് വിൽ ബി വൺ ഓഫ് ദി ബെസ്റ്റ് ലക്ഷറി ഹോട്ടൽസ് ഇൻ ദി കൺട്രി. ഇതായിരിക്കും ലോകത്തിലെ ആഡംബര ഹോട്ടലുകളിൽ ഒന്ന്. ടൂറിസ്റ്റ് വിൽ പവർ ഇൻ ടു യുവർ വില്ലേജ്, എസ്പെഷ്യലി റിച്ച് വൺസ്. നിങ്ങളുടെ വില്ലേജിലേക്ക് ടൂറിസ്റ്റുകളെല്ലാം റഷ് ചെയ്ത് വരും, ഓടിപ്പിടിച്ച് വരും, പ്രത്യേകിച്ചും നല്ല കാശുള്ളവർ, റിച്ച് വൺ എന്ന് പറയുന്നു. നാരായൺ ഡൗട്ട്ഫുള്ളി, അദ്ദേഹത്തിന് ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ട്. വൈ ആർ ദി മെൻ ടു ബിൽഡ് യുവർ ഹോട്ടൽ? നിങ്ങളുടെ ഹോട്ടൽ പണിയുള്ള ആൾക്കാരൊക്കെ എന്തിയേ? വെറി ഇസ് ദ മെഷീനറി, അതിന് വേണ്ട മെഷീൻസ് ഒക്കെ എവിടെ? സാഗർ ലാഫിങ്, അദ്ദേഹം പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറയാണ്, ഇറ്റ്സ് ഓൾ അറേഞ്ച്ഡ് മാൻ, ഡിക്സിറ്റ് ഡസ് നോട്ട് വേസ്റ്റ് ടൈം. ഇതെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുകയാണ് മനുഷ്യ. ഡിക്സിറ്റ് എന്ന് പറയുന്ന ആ ഒരു വ്യവസായിയുടെ കാര്യം ആദ്യം പറയുന്നുണ്ടല്ലേ. ഡിക്സിറ്റ് ഡസ് നോട്ട് വേസ്റ്റ് ടൈം, അദ്ദേഹം ഒരിക്കലും സമയം ഒന്നും നഷ്ടപ്പെടുത്തുകയില്ല. ഹി ഹാസ് ഇൻഫ്ലുവൻസ്, അദ്ദേഹത്തിന് എന്തുണ്ട്? അദ്ദേഹത്തിന് സ്വാധീനമുണ്ട്. ഹി ക്യാൻ ഗെറ്റ് തിങ്സ് മൂവിങ്, അദ്ദേഹം എല്ലാ കാര്യങ്ങളും നീക്കിക്കൊണ്ടിരിക്കുന്നു. സ്നാപ്സ് ഹിസ് ഫിംഗേഴ്സ്, ഇങ്ങനെ വിരൽ ഞൊടിക്കുകയാണ്. ടുമോറോ ലോറീസ് ആൻഡ് ട്രക്സ് വിൽ അറൈവ് വിത്ത് സിമെന്റ്, ബ്രിക്സ്, സ്റ്റീൽ, മാർബിൾ ആൻഡ് അതർ തിങ്സ്. നാളെ മുതൽ എന്ത് വരും? ലോറീസും ട്രക്സും ഒക്കെ ഇവിടെ എത്തിച്ചേരും. അറൈവ് മീൻസ് വരും, എത്തിച്ചേരും. എന്തൊക്കെ കൊണ്ടാണ്? വിത്ത് സിമെന്റ്, ബ്രിക്സ്, സ്റ്റീൽ, മാർബിൾ ആൻഡ് അതർ തിങ്സ്. ഒരു കൺസ്ട്രക്ഷൻ ആവശ്യമായ എല്ലാ വസ്തുക്കൾ കൊണ്ടും നാളെ ലോറിയും ട്രക്സുകളും എല്ലാം വരും. വി ആർ ബ്രിങ്ങിങ് ദ ലേബറേഴ്സ്, ഓഫ് കോഴ്സ് എ ഫ്യൂ ഹൺഡ്രഡ്. ഞങ്ങൾ തൊഴിലാളികളെയും കൊണ്ടുവരുന്നുണ്ട്. തീർച്ചയായും അവർ എത്ര പേരുണ്ടെന്ന് പറയുന്നത്? ഓഫ് കോഴ്സ് എ ഫ്യൂ ഹൺഡ്രഡ്, കുറച്ച് അധികം പേരുണ്ട്. അതായത് എ ഫ്യൂ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ലോഡ്സ്, ഫ്യൂ എന്നൊക്കെ പറയുന്നത് എന്താ? കുറച്ചധികം എന്നൊക്കെ പറയും. കുറച്ചധികം, ഹൺഡ്രഡ്സ്, അതായത് 100-ലധികം ആൾക്കാർ എന്നൊക്കെ നമുക്ക് ഇപ്പോൾ ഒന്ന് സിമ്പിളായിട്ട് പറയാം. രാമണ്ണ എ ഫ്യൂ ഹൺഡ്രഡ്, വേ വിൽ ദേ സ്റ്റേ? 100-ൽ പരം ആൾക്കാരോ, ഇവരൊക്കെ എവിടെ താമസിക്കും? സാഗർ പറയാണ് അതിൻ്റെ ആൻസർ കൊടുക്കാൻ. വി വിൽ പുട്ട് അപ്പ് ടെമ്പററി ഡ്വെല്ലിങ്സ് ഫോർ ദം അറ്റ് ദ ഫൂട്ട് ഓഫ് ദി ഹിൽ. ഞങ്ങൾ അവർക്ക് താമസിക്കാനുള്ള താൽക്കാലികം, ടെമ്പററി മീൻസ് താൽക്കാലികം, ഡ്വെല്ലിങ്സ് മീൻസ് വീട്, താൽക്കാലികമായിട്ടുള്ള വീടുകളൊക്കെ ഈ കുന്നിൻ്റെ താഴെ പണിത് വെക്കും. യു നോ സം ടെമ്പററി ഷാക്സ്, നോ പ്രോബ്ലം. നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, ചില താൽക്കാലിക കുടിലുകളൊക്കെ ഞങ്ങൾ കെട്ടും, അതൊന്നും പ്രശ്നമില്ല എന്ന് പറയുന്നു. നാരായൺ യു മീൻ യു വിൽ ഹാവ് സം സ്ലംസ് ഹിയർ? നിങ്ങൾ എന്താ പറയുന്നത്? നിങ്ങൾ ഇവിടെ ചേരി പ്രദേശമാക്കൂ എന്ന് ചോദിക്കുന്നു. And you can see that there are some questions given at the bottom of the page. And the first question is here on the page number 82. What does the grandmother say about her past? What does the grandmother says about her past? She is born in the middle of the century, and during those time there was no motor cars, there were no motor cars, aeroplanes, no television, no movies, and much less voice. These are the specialities of the age, the past of the grandmother. And the second question is here on page number 83. Why is Narayan shocked when he hears about Sagar's project? Why Narayan is shocked about when hearing this project? എന്തുകൊണ്ടാണ് നാരായൺ സർപ്രൈസ്ഡ് ആവുന്നത്, ഷോക്ക്ഡ് ആവുന്നത്? He was sure that this project will destroy his beautiful village. അതുകൊണ്ടാണല്ലേ. And question number 3. What are the arrangements made by Dixit for the new construction? What are the arrangements done by Dixit for the new construction? എന്തൊക്കെയാണ് അറേഞ്ച്മെന്റിന്റെ തുടക്കം മുതലേ നമുക്ക് പറയാം. He has the okay from the government, and the company and the firm of Sagar has clinched the deal for building it. These are the first preliminary arrangements done by Dixit. And what are the other things? It's all arranged. Dixit does not waste time. He has influence from tomorrow onwards. Lorries and trucks will come here, will arrive the village with cement, marbles, steels and all other things. ഇത്രയും arrangements ഒക്കെ ചെയ്യുന്നുണ്ട്. And he is also talking about there will be presence of the laborers from tomorrow onwards, and he is building temporary shacks for them. അവർക്ക് താമസിക്കാനുള്ള അങ്ങനെ സർവമാന കാര്യങ്ങളും പൂർത്തീകരിച്ചതിന് ശേഷമാണ് ഡിക്സിറ്റ് ഇരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ടല്ലേ. Fourth question
You mean you will have slums here? Why does Narayan make such a comment? നിങ്ങൾ പറയുന്നത് നിങ്ങൾ ഇവിടെ ഒരു ചേരിപ്രദേശമാക്കുമോ എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ ചോദിക്കാനുള്ള കാരണം എന്തായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. എന്തായിരിക്കും? ഇവിടെ രാമണ്ണ ആദ്യം പറയുന്നൊരു കാര്യമുണ്ട്. എന്താ? ഈ വില്ലേജിൽ ആകെപ്പാടെ 500 പേരേ ഉള്ളൂ അല്ലേ? ഒരു വൈഡായിട്ടുള്ള ഒരു വില്ലേജിൽ 500 പേരെന്ന് പറയുമ്പോഴത്തേക്ക് അവിടുത്തെ ജനസാന്ദ്രത കുറവാണ്. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ജീവിക്കുന്ന ആൾക്കാർ, അത്രയും പ്രൈവസി സ്വാതന്ത്ര്യമൊക്കെ ആസ്വദിക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ അവിടെ ഒരു ചേരിയാവുന്നു, ആളുകൾ കൂടി ഇടതിങ്ങി പാർക്കുന്നു എന്നൊക്കെ പറയുന്നത് വിശ്വസിക്കാൻ, ഡൈജസ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും ആ ഒരു എക്സൈറ്റ്മെന്റിലാണ് ചോദിക്കുന്നത്. യു മീൻ യു വിൽ ഹാവ് സ്ലംസ് ഹിയർ? നിങ്ങളിങ്ങനെ സ്ലംസ് ഉണ്ടാക്കാനാണ് പ്ലാൻ എന്ന് ചോദിക്കുന്നത്. സാഗർ, നമുക്ക് ഈ പ്ലെയിനെ കണ്ടിന്യൂ ചെയ്യാവേ. സാഗർ shrugging, well, that was the word they are used to man. They live like rats, don't you know? പിന്നെ അദ്ദേഹം ഒരു തോൾ വെട്ടി കൊണ്ടൊക്കെ അദ്ദേഹം ഇങ്ങനെ ഒരു അസ്വസ്ഥനായിട്ട് പറയാണ്. വെൽ, ദാറ്റ് ഈസ് വാട്ട് ദേ ആർ യൂസ്ഡ്. അവരൊക്കെ ലേബറേഴ്സ് ഒക്കെ അങ്ങനെയാണ്. ദേ ലീവ് ലൈക്ക് സ്റ്റാർസ്. അവർ എലികളെ പോലൊക്കെ ജീവിക്കും. ഡോണ്ട് യു നോ? നിങ്ങൾക്കത് അറിയത്തില്ലേ എന്ന് ചോദിക്കുന്നു നാരായൺ. അനോയിഡ്, അദ്ദേഹം അലോസരപ്പെട്ടു ചോദിക്കുകയാണ്. മിസ്റ്റർ സാഗർ, ഐ സ്ട്രോങ്ലി ഒപ്പോസ് ദിസ് പ്ലാൻ ടു ബിൽഡ് എ ഹോട്ടൽ ഓൺ ധർമ്മഗിരി. നാരായൺ അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയാണ്. ഐ സ്ട്രോങ്ലി ഒപ്പോസ് ദിസ് പ്ലാൻ ടു ബിൽഡ് എ ഹോട്ടൽ ഓൺ ധർമ്മഗിരി. ധർമ്മഗിരിയിൽ ഇങ്ങനൊരു ഹോട്ടൽ പണിയുന്നതിന് ഞാൻ പൂർണ്ണമായിട്ടും എതിർക്കുന്നു. I wish we, the villagers, had been consulted first. Mr. Dixit should have asked us what we felt about it. ഡിക്സിറ്റ് ആദ്യം വന്ന് ഞങ്ങളുടെ അടുത്ത് ചോദിക്കണമായിരുന്നു, ഞങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് തോന്നുന്നത്, അഭിപ്രായമൊക്കെ ചോദിച്ചതിന് ശേഷം വേണമായിരുന്നു എന്ത് തീരുമാനിക്കാൻ, ഇങ്ങനൊരു പ്ലാൻ എടുക്കാൻ വേണ്ടിയിട്ട് എന്ന് പറയുന്നു കേട്ടോ. സാഗർ കണ്ടംഷ്യസ്ലി, ഡോണ്ട് മേക്ക് മീ ലാഫ്. എന്നെ വെറുതെ ചിരിപ്പിക്കരുത് കേട്ടോ. അദ്ദേഹം നിന്നയോടെയാണ് പറയുന്നത്. ഡോണ്ട് മേക്ക് മീ ലാഫ്, എന്നെ വെറുതെ ചിരിപ്പിക്കരുത് കേട്ടോ. മിസ്റ്റർ ഡിക്സിറ്റ്, ദ മൾട്ടി മില്യനെയർ ഓണർ ഓഫ് 2 dozen സിനിമ ഹൗസസ്. ഇനി ഡിക്സിറ്റിന് എന്തൊക്കെയാണ് ഉള്ളതെന്ന് പറയുന്നത്? സിനിമ ഹൗസസ്, 2 dozen സിനിമ ഹൗസസ് എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര? 24 സിനിമ ഹൗസസും 5 ലക്ഷറി ഹോട്ടൽസും, 5 ലക്ഷറി ഹോട്ടൽസും, 3 ഡ്രഗ് കമ്പനീസ്, 3 മരുന്ന് കമ്പനികളും ഒക്കെയും പിന്നീട് എന്താ ഉള്ളത്? അദ്ദേഹത്തിന് ബിഗ്ഗസ്റ്റ് ബിസ്ക്കറ്റ് കമ്പനി ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ബിസ്ക്കറ്റ് കമ്പനിയൊക്കെ ഉള്ള ഒരു ഡിക്സിറ്റ് വന്ന് നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങളെ കൺസൾട്ട് ചെയ്യാനോ? ഇതിൽ പുച്ഛത്തോടെ ചോദിക്കുന്നു. പിന്നെ അദ്ദേഹത്തിന് ഉള്ള ഹൂ ഓൺസ് 5 മാൻഷൻസ് ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദി വേൾഡ്. ലോകത്തിന്റെ പല ഭാഗത്തായിട്ട് 5 മാൻഷൻ മീൻസ് മാളികകളും ഉള്ള ഡിക്സിറ്റ് വന്ന് നിങ്ങൾ ഒന്നിനും കൊള്ളുകയില്ലാത്ത വിലയില്ലാത്ത വില്ലേജേഴ്സിനടുത്ത് വന്ന് നിങ്ങളെ കൺസൾട്ട് ചെയ്യാനോ എന്ന് അദ്ദേഹം പുച്ഛത്തോടെ ചോദിക്കുന്നു. ഇറ്റ് ഈസ് മണി, ഹിസ് ഐഡിയ, ഹിസ് എഫേർട്ട്. യു വില്ലേജേഴ്സ് ഹാവ് നത്തിങ് ടു ഡു വിത്ത് ഇറ്റ്. ലുക്ക് മാൻ, ഇവിടെ നോക്കിക്കേ. ഇറ്റ് ഈസ് ഹിസ് മണി. ഇത് അദ്ദേഹത്തിന്റെ പണമാണ്, അദ്ദേഹത്തിന്റെ ബുദ്ധിയാണ്. ഹിസ് എഫേർട്ട്, അദ്ദേഹത്തിന്റെ ശ്രമമാണ്. യു വില്ലേജസ് ഹാവ് നത്തിങ് ടു ഡു വിത്ത്. നിങ്ങൾ ഒന്നിനും കൊള്ളരുത്ത വില്ലേജസ്, നിങ്ങൾക്ക് അതിനെതിരെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് അങ്ങേയറ്റം പുച്ഛത്തോടു കൂടി പറയുവാണ് കേട്ടോ. രാമണ്ണ, ruffled, you don't know us, we certainly have something to do with it. ruffled means ശാന്തത കൈവിടിഞ്ഞ്. അദ്ദേഹം ഇത്രയും നേരം ശാന്തനായിട്ടൊക്കെ നിൽക്കുമായിരുന്നു. നിങ്ങൾക്ക് ഞങ്ങളെ നന്നായിട്ട് അറിഞ്ഞുകൂടാ. we certainly have, ഞങ്ങൾക്ക് തീർച്ചയായും ചിലത് ചെയ്യാൻ കഴിയും എന്ന് പറഞ്ഞ് scene 2 അവസാനിക്കുകയാണ്. and what picture of Dixit does Sagar give? രണ്ടാമത്തെ സീൻ കഴിഞ്ഞു. 5ാമത്തെ ചോദ്യമാണ് ഞാനിപ്പോൾ വായിച്ചത്. വാട്ട് പിക്ചർ ഓഫ് ഡിക്സിറ്റ് ഡസ് സാഗർ ഗീവ്? സാഗർ ഡിക്സിറ്റിനെ കുറിച്ചുള്ള എന്ത് പിക്ചറാണ് നൽകുന്നതെന്ന്. എന്തൊക്കെയാണ് പറയുന്നത്? അത് ആ സാഗറിൻ്റെ 85ാമത്തെ പേജിൽ സാഗറിൻ്റെ സെക്കൻഡ് എക്സ്ചേഞ്ചിൽ വരുന്ന ആ ഒരു കോൺവെർസേഷൻ പാർട്ട് ശ്രദ്ധിച്ചാൽ അതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഡിക്സിറ്റിനെ കുറിച്ച് സാഗർ പറയുന്നത്. എന്തൊക്കെയാണ്? മിസ്റ്റർ ഡിക്സിറ്റ്, ദ മൾട്ടി മില്യനെയർ ഓണർ ഓഫ് 2 dozen സിനിമ ഹൗസസ്, 5 ലക്ഷറി ഹോട്ടൽസ്, 3 drug companies and the biggest biscuit factory in India. Mr. Dixit, who owns 5 mansions in different parts of the world, and he has money, he has influence. അത് നമ്മൾ ഈ ഒരു ഭാഗത്ത് കാണുന്നുണ്ട്. അദ്ദേഹത്തിന് സ്വാധീനമുണ്ട്, പണമുണ്ട്. ഇതെല്ലാം ഉപയോഗിച്ചിട്ടാണ് ഡിക്സിറ്റ് നിൽക്കുന്നത് എന്നുള്ള കാര്യം ഒക്കെ ഒന്ന് മനസ്സിൽ സൂക്ഷിക്കുക. ഇത്രയും സീൻ 1 and 2 നല്ല രീതിയിൽ വായിക്കുക. പ്ലേ എന്താണെന്നുള്ളത് മനസ്സിൽ കാണുക. നല്ല രീതിയിൽ അതിനെ വായിച്ച് എല്ലാം ഒന്ന് സങ്കല്പിക്കാനായിട്ടൊക്കെ ശ്രമിക്കുക. See you in the next class. Bye.